അങ്ങനെ പെട്ടിയും കിടക്കൊക്കെ മടക്കി ഞാൻ നാട് വിടേണ്ട ഇടയിലെ ഒരു സാധനം എടുക്കാൻ മറന്നു. എന്റെ ബ്രഷ് അതെടുക്കാൻ ഞാൻ മറന്നു. അല്ലെങ്കിൽ ഈ ബ്രഷ് ഒക്കെ എന്നുണ്ടായേ. അങ്ങനെ പല്ലേപ്പം കഴിഞ്ഞ അടുക്കള ചെന്നപ്പോ ദോശയും ചായയും റെഡി. എന്തായാലും ഞാൻ വന്നു പെട്ട സ്ഥലം കൊള്ളാം. എന്തുടെ പരിപാടി? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ടാ. പിന്നെ ഇവിടെ അറച്ച് എടുത്ത സൂപ്പർ മാർക്കറ്റിലേക്ക് പടപടച്ചു. അവിടുന്ന് ഒരു മന്തിക്കേണ്ട സാധനങ്ങളൊക്കെ വാരിക്കുട്ടി പറഞ്ഞ പൈസയും കൊടുത്ത് നേരെ നമ്മുടെ കിച്ചണിലേക്ക്. പിന്നെ കിട്ടിയ സമയം കൊണ്ട് ഷട്ടപ്പടയുന്ന ഒരു മന്തി റെഡിയാക്കി. മന്തി കിട്ടിയപ്പോ നമ്മുടെ കുഞ്ഞാറ്റിയും ഹാപ്പി. ചില സമയത്ത് തോന്നും ഇതിനെ വല്ല പൊട്ടം കടിച്ചിട്ടുണ്ടോന്ന്. സത്യം പറഞ്ഞ അവളുടെ എനർജി കാണുമ്പോഴാണ് ഞാനൊക്കെ അമ്മാവനായി എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതാണ് എന്റെ മേമ. ആളിങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യത്തിനൊക്കെ ഭയങ്കര സപ്പോർട്ടാട്ടാ. അങ്ങനെ വായിക്കുന്നവരെ ഇപ്പൊ ഇവിടെ ഒരു തൂക്കുപാലെന്ന് കേട്ട് ഞാൻ അത് കാണാൻ വിട്ടു. സത്യം പറഞ്ഞ അങ്ങോട്ട് പോയത് മുതലായി നല്ല അടിപൊളി വൈബ് സ്ഥലം. അവിടെ വെച്ച് തന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയുള്ളത് ഇവര് രണ്ടുപേരെ കണ്ടു. അതും കഴിഞ്ഞ് വൈമോളിലെത്തിയപ്പോ നമ്മുടെ യൂട്യൂബ് ഫാമിലി അടുത്ത ടീമിനെ കണ്ടു. നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇത്രയും സ്ട്രോങ് ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. അതും കഴിഞ്ഞ് സ്റ്റുഡിയോന്ന് ഒരു ഷർട്ടും ജീൻസ് എടുത്ത് വീട്ടിൽ തിരിച്ചെത്തിപ്പിടിക്കും നമ്മുടെ കുഞ്ഞാറ്റ് കാര്യമായിട്ട് മന്തി കഴിച്ചോണ്ടിരിക്കുന്നു. അവളുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് മന്തി ആണെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ മന്തി കഴിച്ചു കഴിഞ്ഞപ്പോ അവളുടെ വക കുറച്ച് കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു. അപ്പൊ ശരിട്ടാ.